അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫൈന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അയ്യുഹൽ ഇഖ്വാൻ ഊസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്ന തഖ്വ കൊണ്ട് നിർബന്ധമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ഹജ്ജിൻ്റെ അവസാനത്തതിന് തൊട്ട് മുമ്പുള്ള ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ വിളി നമ്മെയാണ്, നമ്മോടാണ്. വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹന്നാസ് കേട്ടാലും യാ അയ്യുഹൽ മുഅ്മിനൂൻ കേട്ടാലും ഒക്കെ നമ്മെ അഭിസംബോധനയാണ്. അള്ളാഹു നമ്മെ വിളിച്ചു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാൻ കൊണ്ട ആളുകളെ, അള്ളാഹുവിലും പരലോകത്തിലും കിതാബിലും അമ്പിയാക്കളിലും യൗമുൽ ആഖിറിലും ഒക്കെ നമ്മൾ ഈമാൻ കൊണ്ടവരാണ്. അങ്ങനെയുള്ള ആളുകളെ, മുഅ്മിനീങ്ങളെ, ഇർകഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ ആയത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്താണ്. സൂറ ഹജ്ജിൽ 2 ആയത്തുകൾ, ആ ആയത്ത് ഓതുമ്പോൾ നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ്, ഓത്തിൻ്റെ സുജൂദ് ചെയ്യണം. അതിലൊരു ആയത്താണിത്. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇർകഊ വസ്ജുദൂ, നിങ്ങൾ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, കുനിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നമിക്കുക, അതിലേറെ കുനിഞ്ഞ് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ നമിക്കുക, റുക്കോയിലാവുക, സുജൂദിലാവുക. വഅബ്ദൂ റബ്ബക്കും, റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ഏറ്റവും വലിയ ഇബാദത്താണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ വിശദീകരിക്കാം. വഫ്അലുൽ ഖൈറ, നന്മ പ്രവർത്തിക്കുക, ഖൈർ ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി, അല്ലെങ്കിൽ വിജയികളായേക്കാം. ഇവിടെ പറയുന്ന കാര്യം, റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താല്പര്യം നിങ്ങൾ നമസ്കരിക്കുക എന്നാണ്. നമസ്കരിക്കുക, നമസ്കാരം നിലനിർത്തുക, നമസ്കാരം തുടരുക. ഇഖാമത്തു സ്വലാത്ത്, അഖാമ സ്വലാത്ത, യുഖീമൂന സ്വലാത്ത, ഈ പദം സൂചിപ്പിക്കുന്നത് ഒഴിവുണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ നമസ്കരിക്കുക എന്ന അർത്ഥത്തിലല്ല. നമസ്കാരം നിലനിർത്തുക, ഇഖാമത്തു സ്വലാത്ത്. അതിലേറ്റവും പ്രധാനപ്പെട്ട, നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റുക്കുനുകളെ എണ്ണി പറഞ്ഞത്. റുക്കൂ,
സുജൂദ്. പടച്ചവന് മുന്നിൽ ഏറെ വിനീതരായി. സർവേശ്വരൻ, സർവശക്തൻ പടച്ചവൻ, അവൻ്റെ ദുർബലനായ നിസ്സഹായനായ അടിമ ഞാനും നിങ്ങളും. നമ്മൾ പൂർണ്ണമായും മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധമായി, നജസിൽ നിന്ന് വൃത്തിയായി, അംഗശുദ്ധി വരുത്തി വുളൂ ചെയ്ത് ഖിബിലക്ക് നേരെ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ നമസ്കരിക്കുന്നതാണ് നമസ്കാരം. ആ നമസ്കാരം നമ്മിലുണ്ടാക്കുന്ന സ്വാധീനം, എന്തിനാ ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് നിർബന്ധമാക്കിയത്? നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഇതൊക്കെ മനുഷ്യനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാണ്. ആത്മീയമായ ഏറെ വളർച്ച നേടുന്നതിന് വേണ്ടിയാണ്. ആത്മീയമായ പൂർണ്ണ ശാക്തീകരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കേവലം ചടങ്ങല്ല, ആത്മീയമായ വിശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങി. ഹജ്ജുമാർക്ക് സുഖകരമായി നാടുകളിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്ത ഹജ്ജ് ഏറ്റവും നല്ല സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ഹജ്ജ് കർമ്മം നിർവഹിച്ചു വരുന്ന ആളെപ്പറ്റി എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ, നവജാത ശിശുവിനെ പോലെ, ഒരു പാപ്പവും ഇല്ലാത്ത അവസ്ഥയിൽ എയർപോർട്ടിൽ വന്നിറങ്ങുകയാണ്. വല്ലാത്തൊരു കർമ്മമാണ്. നമുക്ക് പരിശോധിക്കുമ്പോൾ അതിന് മാത്രം സ്വാധീനം എന്താ എന്നതിൽ ബോധ്യവും. നമസ്കാരം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, കേട്ട് സുപരിചിതമായ ആയത്ത്. നമസ്കാരം തിന്മയിൽ നിന്ന്, നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയും. തീർച്ച അള്ളയാണ് പറഞ്ഞത്, സംശയിക്കേണ്ടതില്ല. നമസ്കരിക്കുന്ന അയാൾ സമൂഹത്തിലെ ഒരു നല്ല മനുഷ്യനായി മാറും എന്ന്. അയാൾ നല്ല മനുഷ്യനാണ്, സമൂഹത്തിലെ നല്ല മനുഷ്യനാണ്, ആത്മീയമായി ഒരുപാട് വളർന്നവനാണ്. ആവർത്തിച്ച് അയാൾ ഈ നമസ്കാരം നിർവഹിക്കുമ്പോൾ നന്നായിക്കൊണ്ടേയിരിക്കുകയാണ്. അയാളുടെ നന്മക്ക്, അയാളുടെ വിശുദ്ധിയുടെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും. ഓരോ നമസ്കാരവും അയാളുടെ നമസ്കാരത്തിൻ്റെ ഗുണം, അയാളുടെ മേന്മ, അയാളുടെ വിശുദ്ധിയുടെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം സ്വാധീനം എന്താണ് നമസ്കാരത്തിനുള്ളത്? വളരെ ചുരുക്കി ചില കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ വുളുവോട് കൂടി ഖിബിലക്ക് നേരെ തിരിഞ്ഞെന്ന് പൂർണ്ണമായും മറക്കാൻ കൽപ്പിച്ച ഔറത്ത് മറച്ചുകൊണ്ട്, ഒറ്റക്കോ ഇമാമിൻ്റെ കൂടെയോ നമസ്കരിക്കുന്ന മനുഷ്യൻ അയാളുടെ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, കച്ചവടക്കാരൻ കച്ചവടം നിർത്തി ഓഫീസിൽ നിന്ന് നമസ്കാരത്തിനിറങ്ങി വന്ന് വയലേലകളിൽ, തൊഴിൽശാലകളിൽ ഒക്കെ ജോലി ചെയ്യുന്ന ആള്, ഇതൊക്കെ അയാളുടെ ഉപജീവനത്തിൻ്റെ മാർഗങ്ങളാണ്, മാറ്റിവെക്കാനുള്ളതല്ല. പക്ഷേ നമസ്കാരത്തിന് വേണ്ടി അല്പസമയം അയാൾ കണ്ടെത്തുന്നു. അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് ഏറ്റവും വലിയത്. എൻ്റെ കച്ചവടത്തെക്കാൾ, എൻ്റെ ബിസിനസ്സിനേക്കാൾ, തൊഴിലിനേക്കാൾ, കൃഷിയേക്കാൾ, ഇതിനേക്കാളൊക്കെ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് അയാളുടെ നെഞ്ചത്ത് കൈവച്ച് പടച്ചോനെ നടത്തുന്ന ഒരു പ്രതിജ്ഞ ഉണ്ട്. അതൊക്കെയാണ് ഈ മനുഷ്യനെ നന്നാക്കുന്നത് നമസ്കാരം. അതൊരു വല്ലാത്ത വാചകമാണ്. പ്രാരംഭ പ്രാർത്ഥന 2 രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്രസകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന 2 പ്രാർത്ഥനകൾ, 2-ലധികവും ഉണ്ട്. ഒന്ന്, അല്ലാഹുമ്മ ബായിദ് ബൈനി വ ബൈന ഖത്വായായ കമാ ബഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്വായായ കമാ യുനഖ്ഖ സൗബുൽ അബിയദ് മിനദ് ദൻസ്. അല്ലാഹുമ്മ ഗ്സിൽനി മിനൽ ഖത്വായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. അല്ലാഹുവേ, പാപങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റണമേ. എങ്ങനെ? കിഴക്കും പടിഞ്ഞാറും 2 ചക്രവാളങ്ങളെ നീ അകറ്റി നിർത്തിയതുപോലെ, മശ്രിഖും മഗ്രിബും നീ അകറ്റി നിർത്തിയതുപോലെ എന്നെയും പാപങ്ങളെയും തമ്മിൽ അകറ്റണമേ. വല്ലാത്ത പ്രാർത്ഥനയല്ലേ? പാപം ചെയ്യോ? പിന്നെ നിസ്കരിക്കാൻ വന്ന ആള് നിസ്കരിച്ചതിന് ശേഷം പാപം ചെയ്യോ? പാപങ്ങളിൽ നിന്ന് എന്നെ, കിഴക്കേ ചക്രവാളവും പടിഞ്ഞാറേ ചക്രവാളവും എങ്ങനെ അകൽച്ചയുണ്ടോ
അതുപോലെ എന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകറ്റി തമ്പുരാനേന. അല്ലാഹുവേ എന്നെ വൃത്തിയാക്കണമേ, ശുഭ്രവസ്ത്രം അലക്കി വൃത്തിയാക്കിയെടുക്കുന്നത് പോലെ പാപങ്ങളിൽ നിന്നും എന്നെ നീ വൃത്തിയാക്കണമേ. ശുദ്ധജലം കൊണ്ട്, മഞ്ഞുവെള്ളം കൊണ്ട് എൻ്റെ പാപങ്ങളൊക്കെ നീ കഴുകി വൃത്തിയാക്കി തരണമേ. വല്ലാത്തൊരു വാക്കാണല്ലോ പടച്ചവനോട് ഈ പറഞ്ഞത്. തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഉടനെ നടത്തുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇതിനേക്കാളും അർത്ഥഗർഭമാണ്, ഹൃദയസ്പർശിയാണ്. ആകാശഭൂമിയുടെ സൃഷ്ടാവായ തമ്പുരാനെ, ഞാനിതാ എന്നെ നിന്നിലേക്ക് ലക്ഷ്യമാക്കിയിരിക്കുന്നു, നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു, എന്നെ മുന്നിടിച്ചിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹിയ, എൻ്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു, അഥവാ ഞാൻ നിന്നിലേക്ക് എന്നെ ലക്ഷ്യമാക്കിയിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ, ഹനീഫൻ ഋജുമാനസനായി, അഥവാ നേർക്കുനേരെ, വക്രതയില്ലാതെ നേർക്കുനേരെ ഞാനിതാ റബ്ബെ എന്നെ നിന്നിലേക്ക് ലക്ഷ്യമാക്കിയിരിക്കുന്നു. മുസ്ലിമൻ, നിനക്ക് കീഴ്പ്പെട്ടവനായി, നിനക്ക് കീഴൊതുങ്ങിയവനായി. ഞാൻ മറ്റൊരു പ്രതിഷ്ഠ, മാധ്യമം, വ്യക്തി ഒന്നും മുഖേനയല്ല. റബ്ബേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധമാണ്, മുനാജാത്താണ്. ഈ ആത്മബന്ധം ഞാനും നീയുമാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിതാ അതിനു വേണ്ടി എന്നെ വക്രതയില്ലാതെ, വളവില്ലാതെ നേർക്കുനേരെ നിന്നിലേക്ക് എന്നെ തിരിച്ചിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, വക്രമായി മറ്റൊരു മാധ്യമത്തിലൂടെ എന്നെ തിരിക്കുന്നവരിൽ പെട്ടവനല്ല ഞാൻ. വമാ അന മിനൽ മുശ്രിക്കി, അങ്ങനെ ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല, മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, തൗഹീദിന്റെയും പ്രഖ്യാപന. ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല, ഞാൻ എന്നെ നേർക്കുനേരെ നിന്നിലേക്ക് ലക്ഷ്യമാക്കിയിരിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിശ്ചയം, തീർച്ച, എൻ്റെ നമസ്കാരവും എൻ്റെ നമസ്കാരമല്ലാത്ത മറ്റ് ആരാധനാകർമ്മങ്ങളും എൻ്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ നിനക്ക് വേണ്ടിയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, എൻ്റെ നമസ്കാരമല്ലാത്ത കർമ്മങ്ങൾ, എൻ്റെ ജീവിതം, മരണം, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടിയാണ്, മരിക്കാൻ തയ്യാറാവുന്നുവെങ്കിൽ അതും നിനക്ക് വേണ്ടിയായിരിക്കും. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ നിനക്ക് വേണ്ടിയാണ്. വല്ലാത്ത ഒരു പ്രതിജ്ഞയല്ലേ. ഞാൻ നമസ്കാരം മുഴുവനും വിശദീകരിക്കുകയല്ല എൻ്റെ പ്രമേയം. നമസ്കാരത്തിലെ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാതെ എത്രമാത്രം സ്വാധീനം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് എന്ന് പറയാം. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന മിനൽ മുസ്ലിമീൻ, പങ്കുകാരില്ല അവന്. ലാ ശരീക ലഹു, അവൻ എല്ലാ നിലക്കും ഏകനാണ്, അവന് പങ്കുകാരില്ല. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ട് ഞാൻ മുസ്ലിമാകാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിമാൻ, പങ്കുകാരില്ലാത്ത, ആകാശഭൂമിയുടെ സൃഷ്ടാവായ ഫാത്തിറ സമാവാതി വൽ അർളായ അല്ലാഹുവേ, ഞാനിതാ എന്നെ നേർക്ക് നേരെ തിരിച്ചിരിക്കുന്നു. അല്ലാത്ത പ്രതിജ്ഞയല്ലേ. നമസ്കാരം തുടങ്ങണേ ഉള്ളൂ, നമസ്കാരത്തിൻ്റെ ഫർളുകളിലേക്ക് എത്തിയിട്ടില്ല. ഇത് സുന്നത്തായ ഈ പ്രാരംഭ പ്രാർത്ഥന നടത്തിയ തന്നെ വല്ലാത്തൊരു വാക്കുമായാണ്, പടച്ചവനിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്. മുസ്ലിം അതാണല്ലോ, സമർപ്പിച്ചവനാ, കീഴ്പ്പെട്ടവനാ. അങ്ങനെ പടച്ചവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകൾ, ഓരോ കാര്യവും, നമസ്കാരത്തിൻ്റെ ഓരോ കാര്യവും. ഫാത്തിഹ വിശദീകരിക്കുകയാണെങ്കിൽ സമയം മതിയാവൂലല്ലോ. നമസ്കാരത്തിൽ പടച്ചവനോട് ഫാത്തിഹയിലൂടെ അല്ലാഹുവിൻ്റെ സിഫത്തുകൾ, മഹത്വങ്ങൾ എണ്ണിപ്പറഞ്ഞ്, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കരുണാവാരിധിയായ, കരുണക്കടലായ അള്ളാഹുവിനോട് ശരണം തേടി, അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനാണ് എല്ലാ സ്തുതിയും.
അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനാൻ, കരുണാനിധിയാൻ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, മാലിക് യൗമിദ്ദീൻ, നാളത്തെ ദിനത്തിന്റെ, പരലോകത്തിന്റെ, പ്രതിഫല നാളിന്റെ ഉടമയായ അല്ലാഹ്. ഇതൊന്നും വേറെ ആരുമില്ല. നീയല്ലാതെ ഒരു കരുണ പ്രതീക്ഷിക്കാനില്ല, നിന്നെയല്ലാതെ എനിക്ക് സ്തുതിക്കാനില്ല. നീയാണ് പരലോകത്ത് എനിക്ക് ശിക്ഷാ രക്ഷകൾ നൽകുന്നത്. ആ നാളിന്റെ പരമാധികാരി നീയാണ് റബ്ബേ, നീ മാത്രമാണ് ഫാത്തിഹയിൽ പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുകൊണ്ട് സാധുവായ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. എനിക്ക് തേടാൻ ആരുമില്ല റബ്ബേ, എനിക്ക് ആരാധന നടത്താൻ ആരുമില്ല റബ്ബേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എത്ര അർത്ഥഗർഭമായ വാക്കുകൾ, എത്ര അർത്ഥം. ഇതൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടോ? അതേ ഞാൻ പറഞ്ഞത്, സൂചിപ്പിക്കുക. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഈ പറഞ്ഞത്. എല്ലാവരും നിസ്കരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബോധ്യം നമുക്ക്, ഇങ്ങനെ ഒരു മനസാന്നിധ്യം നമ്മുടെ നമസ്കാരത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ചൊവ്വായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ ചേർക്കണമേ, ഇതിനെ സിറാത്തുൽ മുസ്തഖീം. പടച്ചോനോടല്ലാതെ ആരോടാ പറയാനുള്ളത് ഹിദായത്തിന് വേണ്ടി? ആരാ നമുക്ക് വേറെ ഹിദായത്ത് തരാനുള്ളത്? ആരുമില്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പടച്ചോനെ, പിഴച്ചുപോയവരുടെ മാർഗത്തിലല്ല, ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ പാതയിൽ എന്നെ വഴി നടത്തണമേന. അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഇതൊക്കെ ഇങ്ങനെ തന്നെ പറയണം സഹോദരന്മാരെ, ഇതൊക്കെ മനസ്സ് തട്ടി തന്നെ പറയണം. ആ നമസ്കാരമാണ് പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്നത്. ആ നമസ്കാരമാണ് മനുഷ്യനെ വിനീതനാക്കുന്നത്. ആ നമസ്കാരമാണ് എല്ലാ സൽഗുണങ്ങളും മനുഷ്യനിൽ സമ്മേളിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ റുക്കോഴ് സുജൂദ്, ഇതിൻ്റെ റുക്കോഴ് കുനിഞ്ഞു നിൽക്കുക അള്ളാന്റെ മുന്നിൽ. സുജൂദ് അതിനേക്കാളും കുനിഞ്ഞ് കിടക്കുകയാണ്. ഇടയ്ക്ക് എഴുത്തിതാലുണ്ട് അള്ളാഹിനെ സ്തുതിക്കുന്നത്. ഒന്നും അങ്ങനെ ഞാൻ പറഞ്ഞ നമസ്കാരം വിശദീകരിക്കുകയല്ല, പക്ഷെ നമസ്കാരം ഉണ്ടാക്കുന്ന സ്വാധീനം പറയാൻ വേണ്ടി ഭാഗികമായി നമസ്കാരത്തെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. സുജൂദിൽ കിടന്നുകൊണ്ട് പറയാം, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സൂറത്തുൻ നസ്ർ ഇറങ്ങിയതിന് ശേഷം, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് ഇറങ്ങിയതിന് ശേഷം നബിയുടെ അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരുന്ന പ്രാർത്ഥന റുക്കോയിലും സുജൂദിലും ഇതായിരുന്നു. അത് നിങ്ങൾ നടത്തിക്കൊള്ളീൻ എന്ന് സഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തു. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. തസ്ബീഹ്, തഹ്മീദ്, ഇസ്തിഗ്ഫാർ മൂന്നും അതിൽ വന്നു. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. സുബ്ഹാനക, ഇതൊന്നും ഫിറ്റായ ഏറ്റവും കൃത്യമായ മലയാള പദം എനിക്ക് പറയാനില്ല. അത് അറബി തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്രയും ഗൗരവമുണ്ട്. സുബ്ഹാന്, തസ്ബീഹ് എന്ന പദത്തിന്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കടലിൽ രാത്രിയുടെ ഇരുട്ടിൽ, തിമിംഗലത്തിന്റെ വയറ്റിലെ ഇരുട്ടിൽ അകപ്പെട്ട് പടച്ചവനോട് രക്ഷ തേടുന്നത്, സഹായം തേടുന്നത് സുബ്ഹാനക പറഞ്ഞുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. പടച്ചവനെ, നീയല്ലാതെ ഇനി ഒരു രക്ഷാമാർഗമില്ല. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാതെ എനിക്കൊരു ശരണമില്ല, അവലംബമില്ല, അത്താണിയില്ല. ലാ ഇലാഹ ഇല്ലാ അൻത, നമിക്കാൻ, പ്രാർത്ഥിക്കാൻ, തേടാൻ ആരുമില്ല നീയല്ലാതെ എനിക്ക്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്. ഇന്നീ കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനാ, ഞാൻ ചെയ്ത് ദ്രോഹായി. പടച്ചവനെ, ഈ ഏൽപ്പിച്ച ദഅവത്ത് പ്രവർത്തനം ഇട്ടെറിഞ്ഞു പോന്നതാ ഞാൻ. അതുകൊണ്ടാണ് ഈ വിപത്തിൽ ഞാൻ വന്നുപെട്ടത്. ഇപ്പൊ ഇനി ആരുമില്ല റബ്ബെ എന്നെ സഹായിക്കാൻ, നീ മാത്രാണ്. സുബ്ഹാനക, ആ തസ്ബീഹ് കൊണ്ടാണ് രക്ഷപ്പെടുത്തിയെന്ന തുടർന്ന് ബാക്കിയുള്ള ആയത്തിലുള്ള പറഞ്ഞത്. ആ തസ്ബീഹ് ഇല്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കിടക്കേണ്ടിയിരുന്നു.
കിടക്കുമായിരുന്നു യൂനുസ് നബി അലൈഹി സ്വലാം എന്ന് അള്ളാഹ് പറയാം. സഹോദരന്മാരെ, നമ്മുടെ തസ്ബീഹിനൊക്കെ അത്രമാത്രം ബലമുണ്ട്. ഇതൊക്കെ ഒരു മനസാന്നിധ്യമുള്ള തസ്ബീഹാണ്. മനസാന്നിധ്യം, എണ്ണം തേക്കാനുള്ള തസ്ബീഹായ പോരാ, മനസാന്നിധ്യമാണ് ഇതിന് ഏറ്റവും ആവശ്യം. അർത്ഥബോധ്യത്തോടു കൂടി ആയിരിക്കണം ഈ പറഞ്ഞൊക്കെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം കൊണ്ട് നമ്മെ വല്ലാതെ മാറ്റം വരുത്തും, വല്ലാത്ത മാറ്റം ഉണ്ടാക്കും. ഈ ഇതിലെ ഓരോ കാര്യങ്ങളും നമസ്കാരത്തിൻ്റെ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ അല്ലാഹുമ്മ ഉഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, എത്ര കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് പടച്ചോനെ പുറത്തരണേ. റബ്ബി ഉഗ്ഫിർലി അല്ലെങ്കിൽ അല്ലാഹുമ്മ ഉഗ്ഫിർലി, പുറത്തുണ്ട് റബ്ബേ, വേറെ ആരുമില്ല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാ പൊറുക്കാനുള്ളത്? പടച്ചോന്റെ ചോദ്യമാണ്. മനുഷ്യന്മാരാ നമ്മൾ, തെറ്റു വന്നിട്ടുണ്ടാവും, വന്നേക്കാം. ആരാ പൂർത്തി തരാനുള്ളത്? ആരോടാ പറയാനുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനും ഒരുത്തനുണ്ട് തന്നെ, കേൾക്കാൻ തയ്യാറുള്ള ഒരുത്തൻ. ചോദിക്കണം, എന്നോട് പറയണം, പൂർത്തി തരുമെന്ന് ഉറപ്പ് തന്ന, ആ ചോദിക്കലും പറയലും ഇല്ലാത്ത, അള്ളാഹിനോട് മിണ്ടിയും പറയലും ഇല്ലാത്ത ആളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, പരിഗണിക്കൂല. മാ യഅ്ബഉബിക്കും റബ്ബി ലൗലാ ദുആക്കും, നിങ്ങളുടെ തേട്ടം പ്രാർത്ഥന ഒന്നും ഇല്ലെങ്കിൽ അള്ളാഹ് നിങ്ങളെ പരിഗണിക്കൂല. കരുണ ചെയ്യണമേ റബ്ബേ, എൻ്റെ പോരായ്മകളൊക്കെ പരിഹരിക്കണമേ റബ്ബേ. വർസുഖ്നി വഹ്ദിനി വആഫിനി, റിസ്ഖ് കൊണ്ട് റബ്ബേ. നാം പാവപ്പെട്ട തൊഴിലാളി, കച്ചവടക്കാരൻ, ഉദ്യോഗസ്ഥൻ, കുട്ടികളെ പോറ്റാൻ വേണ്ടി അയാൾ ആ ജോലിയൊക്കെ ചെയ്യണത്, കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ്. മനുഷ്യനായി സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ ഈ പറഞ്ഞ പടച്ചോനെ റിസ്ഖ് തുറന്നു തരണേ, റിസ്ഖിന്റെ മാർഗം വിശാലമാക്കാൻ വേണ്ടി. വർസുഖ്നി, എനിക്ക് റിസ്ഖ് താ പടച്ചോനെ. വഹ്ദിനി, ഹിദായത്ത് കൊണ്ടാ. വആഫിനി, സൗഖ്യം കൊണ്ട, സുഖം കൊണ്ട. ആഫിയത്ത്. ഞാൻ ഈ മിൻബറിൽ കയറി ഇരുന്നതിന് ശേഷം പോലും ഒരാൾ കുറിപ്പ് എന്ന് ദുആ ചെയ്യാൻ വേണ്ടിയാണ്, ആഫിയത്തിന് വേണ്ടി. ആഫിയത്ത് സാധാരണ പറയൽ ശാരീരികമായ സൗഖ്യത്തിന് ആഫിയത്ത്, അല്ലാതെ മൊത്തത്തിലും ആഫിയത്ത് എന്ന് പറയും. നമ്മൾ പറയലുണ്ടല്ലോ, രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുമ്പോൾ ആഫിയത്ത് പോയടാ, ആഫിയത്ത് ഇല്ല മോനെ എന്നൊക്കെ പറഞ്ഞേ, ഞാൻ കുഴങ്ങിയടാന്നൊക്കെ പറഞ്ഞേ. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരും അല്ലാത്തവരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ശിഫയും ആരോഗ്യവും സമാധാനവും നൽകുമാറാവട്ടെ. അതിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ബോധം തെളിയാത്തവരുണ്ട്, വേദന കാർന്ന് തിന്നുന്ന, ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹിച്ചു ക്ഷമിച്ച് പടച്ചോനെ എന്ന് നിരന്തരം പടച്ചോനോടല്ലാതെ പറയാനില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വേദനയ്ക്ക് ശമനവും ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. കൃത്യതയോടുകൂടി അർത്ഥബോധ്യത്തോടുകൂടി നമസ്കരിക്കുന്ന നല്ല മനുഷ്യന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഒന്നുകൂടി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. തഖ്വയുള്ളവരാകണം എന്ന് നിർബന്ധമായ ഭാഷയിൽ ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത് വഅബ്ദൂ റബ്ബക്കും, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ. ആദ്യം പറഞ്ഞ തന്നെ ഏറ്റവും വലിയ ഇബാദത്ത് നമസ്കാരം, പിന്നെ പറഞ്ഞ് റബ്ബിന് ഇബാദത്ത് ചെയ്യുക. നമസ്കാരം തന്നെ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. അതിൻ്റെ അവസാനമൊക്കെ പടച്ചവനോട് നടത്തുന്ന പ്രാർത്ഥന വല്ലാത്തതാ. ഞാൻ ചെയ്തതൊക്കെ പുറത്തുണ്ട് റബ്ബേന. റബ്ബി ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅ്ലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅ്ലമു ബിഹി മിന്നി. ചെയ്തു പോയത്, ഇനി വന്നേക്കാവുന്നത്, സ്വകാര്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, അമിതമാക്കി ചെയ്തു പോയത് ഒക്കെയും റബ്ബി ഗ്ഫിർലി, പുറത്തുണ്ട് റബ്ബേ, പുറത്തുണ്ട്. ഇങ്ങോട്ട് പറയാം, അങ്ങനെ എണ്ണി പറഞ്ഞിട്ട് പറയാം, ഒമാ അൻത അഅ്ലമു ബിഹി മിന്നി, എന്നെക്കാളേറെ ഈ അറിയണവനാണല്ലോ ഇതൊക്കെ. എൻ്റെ ജീവിതത്തിൽ വന്നത് ഞാൻ ഈ പറഞ്ഞതിന് അപ്പുറത്തുള്ള നിനക്കറിയാലോ റബ്ബേ, അൻത അഅ്ലമു ബിഹി മിന്നി, ഇതൊക്കെയും പുറത്തുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന്, ദജ്ജാലിൻ്റെ ഷർറിൽ നിന്ന് ഒക്കെ പറഞ്ഞിട്ട് സലാം വീട്ടി പിന്നെയും പറഞ്ഞത് തന്നെയാണ് റബ്ബി ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാ. 3 വട്ടം പറയാം, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. പൊറുക്ക് റബ്ബേ, പൊറുക്ക് റബ്ബേ, പൊറുത്തുണ്ട് റബ്ബേതാ, പൊറുത്തുണ്ട് റബ്ബേ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത.
എനിക്ക് പറയാൻ വേറെ ആളില്ല. നീ നൽകിയാൽ ആരും തടയാനില്ല, നീ തടഞ്ഞു വെച്ചാൽ ആരും തരാനുമില്ല. നീ മാത്രമാണ് എൻ്റെ അവലംബം, എൻ്റെ ആശ്രയം, എൻ്റെ അത്താണി. ഈ നമസ്കാരം വലിയ മാറ്റം ഉണ്ടാക്കണേ. വഅ്ബുദൂ റബ്ബക്കും എന്ന് രണ്ടാമത് പറഞ്ഞത് പ്രാർത്ഥനകളും ദിക്റുകളുമാണ്. പടച്ചോനോട് മിണ്ടിയും പറഞ്ഞും തേടി നിൽക്കണം. നമ്മൾ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ അധികരിപ്പിക്കണം. അത് പറഞ്ഞതിന് ശേഷം വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ആയത്ത് അവസാനിപ്പിക്കുന്ന നന്മ ചെയ്യുക എന്ന് പറഞ്ഞോണ്ട. ഈ പറഞ്ഞതൊക്കെ നന്മയാണ്. ഇതിനപ്പുറത്ത് ഇനി ബന്ധങ്ങൾ ചേർക്കൽ, ആളുകളുമായുള്ള സഹകരണം, സഹായങ്ങൾ, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ബന്ധങ്ങളും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ശക്തമായൊരു ആഹ്വാനമാണ് സൂറ ഹജ്ജിൻ്റെ അവസാനത്തെ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅ്ബുദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ ചെയ്ത് മനസാന്നിധ്യത്തോടെ ചെയ്ത് പ്രാർത്ഥനകളൊക്കെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ പടച്ചവനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നിപ്പ വൈറസ് ഒക്കെ കോഴിക്കോട് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അള്ളാഹു ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആഘോഷപൂർവ്വം കേരളീയർ അല്ല ലോകം ആഘോഷിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ, അതൊക്കെ മാന്യമായ ആഘോഷമാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിര് വിടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരെയുള്ള ആ പരിപാടിയിലും നമുക്ക് സഹകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനവും ആരോഗ്യവും ആഫിയത്തും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم احينا على الكتاب والسنة وامتنا مع الإيمان والتوبة اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وقنا عذاب النار وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين.